أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا الله العظيم الفرقان 31 വക്കദാലിക അപ്രകാരം ജഅൽന നാം ആക്കിയിരിക്കുന്നു ലികുല്ലി നബിയിൻ എല്ലാ നബിക്കും അദുവ ശത്രുക്കളെ മിനൽ മുജ്രിമീൻ കുറ്റവാളികളിൽ നിന്ന് വകഫാ ബി റബ്ബിക താങ്കളുടെ റബ്ബ് മതിയായവനാകുന്നു ഹാദിയൻ മാർഗദർശകനായിട്ട് വനസീറ സഹായിയായിട്ടും. മുകളിൽ 21-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ ആയത്ത്. വഖാല അല്ലദീന ലാ യർജൂന ലിഖാഅനാ ലൗലാ ഉൻസില അലൈനൽ മലായികത്തു ഔ നറാ റബ്ബനാ ലഖദ് ഇസ്തക്ബറൂ ഫീ അൻഫുസിഹിം വഅതൗ ഉതുവൻ കബീറ. എന്താണ് ഞങ്ങൾക്ക് മലക്കുകൾ ഇറങ്ങാത്തത്, അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങൾ കാണാത്തത് എന്താണ്? അങ്ങനെ അഹങ്കരിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ പരലോകത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അവർ മലക്കുകളെ കാണണമെന്നാണ് പറയുന്നത്. മലക്കുകളെ കാണുന്ന ഒരു ദിവസം ഉണ്ടാകും, അന്നത് അവർക്കൊരിക്കും സന്തോഷകരമായിരിക്കില്ല. അവർ ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾ അതുപോലും ധൂളിയായിരിക്കും. എന്നാൽ വിശ്വാസികൾ അവർ വളരെ അവർ കളിയാക്കുന്ന വിശ്വാസികൾ അവർ വളരെ സന്തോഷത്തിലായിരിക്കും. അന്ന് നിയന്ത്രണം മുഴുവൻ അള്ളാഹുവിനാണ്. അന്ന് ഇവർ വിരൽ കടിക്കും, അവർ ഖേദിക്കും. അവർ ഇപ്പോൾ അംഗീകരിക്കുന്ന പലരെയും കൂട്ടുകാരും നേതാക്കളുമായ ആളുകളെ കുറ്റപ്പെടുത്തും. പക്ഷേ റസൂല് പറയും, എൻ്റെ സമൂഹം ഖുർആനിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞു എന്ന്. വക്കദാലിക അപ്രകാരം, എപ്രകാരം? ഇങ്ങനെയുള്ള അതൗഅതുവൻ കബീറ കൊടുത്ത ധിക്കാരം കാണിക്കുന്ന അവസ്ഥ താങ്കൾ കണ്ടത് പ്രകാരം, അതേ രീതിയിൽ നർത്തം. ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ മിനൽ മുജ്രിമീൻ, എല്ലാ നബിമാർക്കും കുറ്റവാളികൾ ആയിട്ടുള്ള ശത്രുക്കളെ കൊടുത്തിട്ടുണ്ട്, ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സൂറത്തുൽ അൻആമിൽ തത്തുല്യമായൊരു പരാമർശമുണ്ട് 112-13 ആയത്തുകളിൽ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ. അവിടെ പറഞ്ഞത് ഇതേ ആശയമാണ്. എല്ലാ നബിക്കും ജിന്നുകളും ഇൻസുമായ, മനുഷ്യരും ജിന്നുകളുമായ ചെകുത്താന്മാരെ ശത്രുക്കളായി നിശ്ചയിച്ചിട്ടുണ്ട്. അവർ പരസ്പരം വഹീ കൊടുക്കുന്നു, മോഹന വചനങ്ങൾ. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കു, അവർ കെട്ടിച്ചമച്ചതിനെയും എന്നാണ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുന്നത്. അതേ ആശയം മറ്റൊരു ഭാഷയിൽ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. മുജിരിമുകൾ കുറ്റവാളികൾ ആകുക, സത്യത്തിനോട് കുറ്റവാളികളാകുക, എതിരാളികളാകുക എന്നത് അത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. അഥവാ അങ്ങനെ അല്ലാതെ സത്യത്തിന് പ്രസക്തി ഉണ്ടാകുകയില്ല. സകല കുറ്റവാളികൾക്കും സകല ദുഷ്ടന്മാർക്കും സത്യം സ്വീകാര്യമാകുക അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ അവർ ദുഷ്ടരല്ലല്ലോ. അതാണ് ഈ പറയുന്നത്. എല്ലാ കാലത്തും സത്യത്തിന് എതിരാളികളുണ്ടാകും. കാരണം സത്യം സത്യമാണ് എന്നത് തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ദാലിക ബിഅന്നല്ലാഹു ഹുവൽ ഹഖ് വഅന്നല്ലദീന യദൂന മിൻ ദൂനില്ലാഹി അൽ ബാത്തിലു. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ ബാത്തിലാണ്, അള്ളാഹു ഹഖുമാണ്. അതുകൊണ്ട് ബാത്തിലിൻ്റെ ആളുകൾ ഒരിക്കലും സത്യത്തെ സഹിക്കുകയില്ല.
സത്യത്തിനോട് എന്നും ബാത്തിൽ എതിരാളിയായിട്ടാണ് ഉണ്ടാകുക. ഇരുട്ടും വെളിച്ചവും കൂടി ഒപ്പം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ വെളിച്ചവുമായിട്ട് വന്ന നബിമാർക്ക് എല്ലാ കാലത്തും ഇരുട്ടിൻ്റെ വക്താക്കൾ ശത്രുക്കളായിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. അദുവ്വൻ മിനൽ കാഫിരീൻ എന്നല്ല പറഞ്ഞത്, മിനൽ മുജ്രിമീൻ. അവിടെ സൂറത്തു അന്നാമിലെ ആയത്തിൽ ഇൻസും ജിന്നും ആയിട്ടുള്ളവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ജിന്നും ഇൻസുമായ ശത്രുക്കൾ, അവർ മോഹന വാഗ്ദാനങ്ങളാണ് പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്നതും, അല്ലാതെ സത്യം പറയുകയല്ല ചെയ്യുന്നത്, കെട്ടിച്ചമക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു, അവരെയും അവർ കെട്ടിച്ചമച്ചതിനെയും അവരുടെ പാട്ടിന് വിട്ടേക്കൂ എന്ന്. അഥവാ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആ കെട്ടിച്ചമച്ച ആളുകൾ ഷയാത്തീനൽ ഇൻസി വൽ ജിന്നിയാണ്, ജിന്നും ഇൻസുമായ ചെകുത്താന്മാർ. അതേ ആളുകളെക്കുറിച്ചാണ് ഇവിടെ മുജ്രിമുകൾ എന്ന് പറയുന്നത്. അഥവാ റസൂലുള്ളാഹിയുടെ എതിരാളികളായി രംഗത്ത് വന്ന ആളുകൾ, അവരാ പറയുന്നതല്ല അവരുടെ മനസ്സിലിരിപ്പ്. അഥവാ ഇവർ വഴിപഴപ്പിക്കാൻ വന്നവരാണ്, ഈ വഴികേടിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമല്ലോ, പറഞ്ഞത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വരെയുള്ള ആരോപണം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ, ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഫസാദിൽ നിന്ന്, ദലാലത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമല്ലോ എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതല്ല. ഫിറൗനും അത് പറയുന്നുണ്ട്. മൂസ വന്നിട്ടുള്ളത് നിങ്ങളെ മഹിതമായ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാനാണ് എന്നാണ് പറയുന്നത്. തരീഖത്തിക്കുമുൽ മുസ്ല, അല്ലേ, മാതൃകായോഗ്യമായ പാരമ്പര്യത്തിൽ നിന്ന് തെറ്റി വന്നതാണ് ഇവർ എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? ആളുകളെല്ലാം കൂടി സത്യത്തിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ കാര്യം പോക്കാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ കുറ്റകൃത്യങ്ങൾക്കും അവരുടെ ദുഷ്ടതകൾക്കുമൊക്കെ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് കള്ളം പറയുകയാണ് സത്യത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അവരാ പറയുന്ന പോലെ ഇതിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ത്യാഗം ചെയ്ത് രംഗത്ത് വരിക, അതൊന്നും ആയിരുന്നില്ല. കാരണം അവർ കുറ്റവാളികളാണ്. ഈ അവർ കുറ്റവാളികളാണ് എന്നത് റസൂലുള്ളാഹിയുടെയും ഖുർആനിൻ്റെയും ഒരു ആരോപണം മാത്രമല്ലല്ലോ. അവരെ ചുറ്റിപ്പറ്റി അവരുടെ കുറ്റകൃത്യങ്ങളിൽ പങ്കുവഹിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം, എൻ്റെ നേതാവ്, എൻ്റെ തമ്പുരാൻ ഇവർ മഹാ തോന്നിയാസികളാണെന്നും അവർ അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഒക്കെ വക്താക്കളാണെന്നും അതിലൊക്കെ അവരോട് കൂടെ നിൽക്കുന്ന ആളുകൾക്കും അറിയാലോ. എന്നിട്ട് അവരും ഇവരുടെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. മുകളിൽ പറഞ്ഞല്ലോ, ഇന്നവനെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഖേദിക്കുമെന്ന്. ആ കൂട്ടുകാരാക്കിയവർക്കൊക്കെ അറിയാം എൻ്റെ നേതാവിൻ്റെ സ്വഭാവം എന്താണ്, അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അയാളുടെ താല്പര്യം എന്താണ്. പിന്നെ ഞാൻ എന്തിനാ അയാളുടെ കൂടെ നിൽക്കുന്നു? അയാളുടെ കൂടെ നിന്നാൽ എനിക്കും കാര്യമുണ്ട്. ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം അനുയായികളും നേതാക്കളുടെയും സ്ഥിതി. അവർ അത്തരം കുറ്റവാളികൾ സത്യത്തിൻ്റെ ശത്രു ആകുന്നില്ലെങ്കിൽ പിന്നെ സത്യത്തിന് എന്തോ തകരാറുണ്ടെന്നാണല്ലോ. സത്യവുമായി രംഗത്ത് വന്ന ആളോട് വലിയ സ്നേഹം കാണിക്കുന്നു അസത്യത്തിൻ്റെയും അക്രമത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ വക്താക്കൾ എങ്കിൽ അവരുടെ നിലപാടിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണല്ലോ യഥാർത്ഥത്തിൽ അർത്ഥമുള്ളത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുകയില്ല. എല്ലാ നബിമാരുടെ കാലത്തും അസത്യവും തിന്മയും ഒക്കെ അവരുടെ എതിർപക്ഷത്താണ് ഉണ്ടായിരിക്കുക, അല്ലാതെ അവരുടെ പക്ഷത്ത് നിൽക്കുകയില്ല. എന്നാലോ അതുകൊണ്ട് കിടുങ്ങേണ്ടതുണ്ടോ? ഇല്ല. വകഫാ ബി റബ്ബിക ഹാദിയൻ വ നസീറ. എങ്ങനെയാണ് നേർവഴിക്ക് മുന്നോട്ട് പോകുക എന്ന് കാണിച്ചു തരാൻ അള്ളാഹു ധാരാളം മതി. അഥവാ ഇവരാരെങ്കിലും തടസ്സപ്പെടുത്തിയത് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനും അതിൻ്റെ വളർച്ചയും വിജയവും പ്രചാരവും ഒന്നും തടയപ്പെടാൻ പോകുന്നില്ല. മുന്നോട്ട് പോകാനുള്ള വഴി അള്ളാഹു ഇറക്കിത്തരും, എത്തിച്ചു തരും. അതിന് മതിയായവനാണ്.
ഇവർ ഇതിവിടെ പ്രായോഗികമാണ്, ഇതിവിടെ ശരിയാകുകയില്ല, ഇതിവിടെ വളരുകയില്ല എന്നൊന്നും തീരുമാനിച്ചത് കൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ ദീന് തളരാൻ പോകുന്നില്ല എന്നർത്ഥം. വനസീറ, ഈ പ്രതികൂല സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ വിജയിപ്പിക്കാൻ എങ്ങനെ കഴിയും? അതിന് സഹായിയായിട്ടും അള്ളാഹു തആല ധാരാളം മതിയായവനാണ്. ആരും സഹായിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കും. അതിന് മതിയായവനാണ് അള്ളാഹു തആല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഭീഷണി, അവരുടെ ഗമണ്ഡൻ ചോദ്യങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ആഹ്വാനങ്ങൾ, അതൊന്നും ദീനിന് യഥാർത്ഥത്തിൽ തടസ്സമാകാൻ പോകുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒപ്പം കൂടെയുള്ള സത്യവിശ്വാസികളെയും ആശ്വസിപ്പിക്കുകയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവരിച്ചതുപോലെ. തസ്ലിയത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അഥവാ താങ്കൾക്ക് എതിരാളികൾ, ദുഷ്ടന്മാർ താങ്കളുടെ എതിരാളികളാകുക എന്നതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അവരെ എതിർത്താലും ശരി, താങ്കൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരാനും ആ മാർഗത്തിൽ താങ്കളെ സഹായിക്കാനും അള്ളാഹു ധാരാളം മതിയായവനാണ്. അതുകൊണ്ട് അതോർത്ത് പതറേണ്ടതില്ല, അതോർത്ത് ബേജാറാവേണ്ടതില്ല എന്ന് ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ മനസ്സുറപ്പിച്ചു നിർത്തുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, ശത്രുക്കൾക്ക് കീഴ്പ്പെട്ടു പോകാത്ത സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.